നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തുടർച്ചയായ മൂന്നാം തവണയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റെടുത്തതോടെ ലോകം മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. ഉത്പാദന രംഗത്ത് ഇന്ത്യ നടത്തുന്ന കുതിച്ചുചാട്ടമാണ് ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. പല മേഖലകളിലും ഇന്ത്യ ലോകത്ത് തന്നെ പ്രധാന ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ മാറ്റത്തിൻ്റെ തുടർച്ചയാണ് മൂന്നാം തവണയും അധികാര കസേരയിലെത്തിയതോടെ നരേന്ദ്രമോദി തുടരുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് ഉൽപാദന രംഗത്ത് ചൈനയ്ക്ക് വലിയ വെല്ലുവിളിയായി ഭാരതം മാറുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ചൈനയുടെ ഉൽപാദന രംഗത്തെ ആധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ. പല മേഖലകളിൽ ഇന്ത്യ ഉൽപാദന കുതിച്ചുചാട്ടത്തിനൊരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. മാരുതിയുടെ 1600 SUV-കളാണ് ജപ്പാനിലേക്ക് ഇന്ത്യ ഇതിനകം കയറ്റി അയച്ചത്. ഏകദേശം 76 ലക്ഷം മൊബൈൽ ഫോണുകൾ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു. മൊബൈൽ ഫോൺ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാന ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 43,100 കോടി ഡോളറിന്റെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും ഇന്ത്യ 2023 കയറ്റി അയച്ചു. ഇതിനർത്ഥം ഇന്ത്യ ചൈനയ്ക്ക് പകരം ആശ്രയിക്കാൻ കഴിയുന്ന ഉത്പാദന രാജ്യമായി മാറി എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾക്ക് ചൈനയ്ക്ക് പകരമായി ആശ്രയിക്കാൻ കഴിയുന്ന മറ്റൊരു ഹബ്ബായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതോടുകൂടിയാണ് ഇനി മേക്ക് ഇൻ ഇന്ത്യ അല്ല മെയ്ഡ് ഇൻ ഇന്ത്യയാണ് എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. അതായത് ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നമെന്ന ഖ്യാതി ഇനി ലോകമെമ്പാടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും എന്നതാണ് ഇതിലൂടെ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വൻതോതിലുള്ള കയറ്റിറക്കങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി വർദ്ധിക്കുന്നു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ഇംഗ്ലീഷ് മരുന്നുകൾ എന്നീ മേഖലകളിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് ആഗോളതലത്തിൽ വൻതോതിൽ വർദ്ധിക്കുകയാണ്. ഉൽപാദനത്തിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വർദ്ധിപ്പിച്ചാൽ അത് രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് വലിയ തോതിലുള്ള പരിഹാരമാകുമെന്ന കാര്യവും ഉറപ്പാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉൽപാദന രംഗത്ത് മാറ്റമുണ്ടാക്കാൻ ആഗോള കമ്പനികളെ ഭാരതത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചത്. ആപ്പിൾ, ഐഫോൺ അടക്കമുള്ള ഒട്ടേറെ കമ്പനികൾ ഇതിനകം തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വമ്പൻ നിക്ഷേപങ്ങളാണ് ഈ കമ്പനികൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരിക്കുന്നത്. ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ എന്നീ ഉത്പാദന മേഖലകളിലും ഇന്ത്യ വലിയ ചുവടുവയ്പ്പുകൾ നടത്തുകയാണ്. ഇതോടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആരംഭകാലത്തെ മുദ്രാവാക്യം മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാക്കി മാറ്റേണ്ട അവസരം കൈവന്നിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. എന്തായാലും ഉത്പാദന രംഗത്തെ കുതിച്ചുചാട്ടം അത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി കുതിക്കുകയാണ് ഇന്ത്യ. നിലവിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണെങ്കിൽ അധികം ദൂരമല്ലാതെ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 2060 മുതൽ 2070 വരെ ഇതേ നില തുടരുകയാണെങ്കിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുകയും ചെയ്യും. അമേരിക്കയും ചൈനയും ഒക്കെ നിരന്തരം പിന്നിലാക്കി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് ഏറ്റവും ഇന്ത്യക്ക് ഉതകുന്ന ഘടകം അല്ലെങ്കിൽ ഇന്ത്യക്ക് ആക്കം നൽകുന്ന ഘടകം ആഭ്യന്തര ഉൽപാദന രംഗത്തെ കുതിപ്പാണ്. നേരത്തെ തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യ കുതിച്ചിരുന്നു. റോഡ് വികസനത്തിൽ ഇന്ത്യ കുതിച്ചിരുന്നു. റെയിൽ വികസനത്തിൽ ഇന്ത്യ കുതിച്ചിരുന്നു. ഇപ്പോഴിതാ ഉത്പാദന മേഖലയിലും ഇന്ത്യ വമ്പൻ കുതിപ്പ് നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രിക് കാർ നിർമ്മാണം അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയ നേട്ടമാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളെപ്പോലും പ്രത്യേകിച്ച് ചൈനയെപ്പോലും അമ്പരിപ്പിച്ചതായിരുന്നു ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിലെ ഇന്ത്യയുടെ വമ്പൻ കുതിപ്പ്. ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന വിപണിയാണ് ഇന്ന് ഇന്ത്യ. വാസ്തവത്തിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ EV വിപണിയായി മാറുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇലക്ട്രിക് വാഹന ആവാസ വ്യവസ്ഥയുടെ നിർമ്മാണത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അധികം വൈകാതെ ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായി ഇന്ത്യ മാറിയാലും അത്ഭുതപ്പെടാനില്ല. 2023 വർഷം കൂടുതൽ EV ദത്തെടുക്കാനുള്ള ഇന്ത്യയുടെ അന്വേഷണത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. കഴിഞ്ഞ വർഷം രാജ്യം വൈദ്യുത വാഹന വിൽപ്പനയിൽ ഗണ്യമായ ഉയർച്ച രേഖപ്പെടുത്തി. 1.5 ദശലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റു. 2022 നിന്ന് 50% വർധനവ്. ഇന്ത്യയുടെ വാഹന വിൽപ്പനയിൽ EV-കളുടെ മൊത്തത്തിലുള്ള വിഹിതം
1.75% നിന്ന് 2023 6.38% കുത്തനെ ഉയർന്നു. ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ പർച്ചേസിംഗ് ക്ലാസിൽ EVകൾ കൂടുതൽ പ്രേക്ഷകരെ കണ്ടെത്തുന്നതിൻ്റെ സൂചനയാണിത്. ഈ വർഷം ആഭ്യന്തര വിപണിയിൽ 2 ദശലക്ഷത്തിലധികം ഇലക്ട്രിക് വാഹനങ്ങൾ കൂട്ടിച്ചേർക്കുക എന്ന ലക്ഷ്യം എളുപ്പത്തിൽ കൈവരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ EVയുടെ കുതിച്ചുചാട്ടം നയിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിലാണ്. രണ്ടാം പാദത്തെ അപേക്ഷിച്ച് 2024 സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം പാദത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ 34.42% വർധനവുണ്ടായി. വാർഷികാടിസ്ഥാനത്തിൽ 2023 സാമ്പത്തിക വർഷത്തിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 11.16% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും ഇലക്ട്രിക് വാഹന വിപണി ഇന്ത്യയെ സംബന്ധിച്ച് സുപ്രധാനമാണ്. ഇലക്ട്രിക് വാഹന ഭീമന്മാർക്ക് ഇന്ത്യ അവരുടെ വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നു. വമ്പൻ നിക്ഷേപങ്ങളാണ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിൽ നടത്തുന്നത്. അങ്ങനെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഉപഭോഗത്തിലും ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഉത്പാദനത്തിലും ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച രാജ്യമായി മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉൽപ്പാദന മേഖലയിൽ ഇന്ത്യയുടെ കുതിച്ചുചാട്ടം ലോക വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഊട്ടിയുറപ്പിക്കുന്നു എന്നത് തന്നെയാണ്. ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന സന്ദർശനങ്ങളെ വിമർശിച്ച പ്രതിപക്ഷത്തിൻ്റെ കണ്ണു തുറക്കേണ്ടത് കൂടിയാണിത്. ഇന്ത്യയുടെ ശത്രുപക്ഷത്തുള്ള ചൈന പോലും അമ്പരം നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഈ ഉത്പാദന കുതിപ്പിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പാദകരായി കരുതിയിരുന്ന ചൈനയെ അധികം വൈകാതെ തന്നെ ഇന്ത്യ പിന്തള്ളുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.